വീണ്ടും എന്നെ വിളിച്ചു. എനിക്കൊരു കാര്യം പറയണമെന്ന് SI പ്രസാദ് പറഞ്ഞു. ഞാൻ എന്ത് സാർ, അത് ഈ കവടിയാറ് അമ്പലമുക്ക് ഭാഗത്തൊന്നും എന്നെ കണ്ടുപോകരുത്, നാട് വിട്ടു പോവാൻ. ഞാൻ അവിടെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നീ മാല ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് ബിന്ദുവിന് എപ്പോഴാണ് ബിന്ദു മനസ്സിലായത്? ഞാൻ ഗേറ്റ് കടന്ന് റോഡിലിറങ്ങിയപ്പോഴാണ് എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഒരു പോലീസുകാരൻ പറഞ്ഞു അവരെ വീട്ടിൽ നിന്ന് മാല ഉണ്ടായിരുന്നു. മാല നിന്റെ തന്ത എഴുതി തന്ന വകയാണോടാ പേരൂർക്കട അമ്പലമുക്ക് റോഡെന്ന് പറയുന്നത്. ആ ഒരു പാവം പിടിച്ച അമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ, ആ സ്ത്രീയുടെ കണ്ണുനീർ വീണാൽ തന്നെ നിന്റെ കുലം മുടിയും. അവരുടെ ആ കണ്ണുനീര് പറ്റാത്ത അവരുടെ കണ്ണ് പറയുന്നുണ്ട് അവർ അനുഭവിച്ച വേദനകൾ. അവരൊരു ദളിത് യുവതി ആയതുകൊണ്ടാണ് നീ പറയുന്ന തോന്നിവാസങ്ങൾ കാണിച്ചത്. ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ള ഇവന്മാരുടെ ഈ പറയുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവന്മാരുടെ ഈ പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അതിവിടെ ചോദ്യം ചെയ്യപ്പെടണം. ആ തീരുമാനം ഇവിടെ മാറ്റണം. ജനമൈത്രി അല്ല എന്നുള്ള ഒരു രീതിയിൽ പോലീസുകാർ വന്നപ്പോൾ വാക്ക്